ബയോ ആൻഡ് ടാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ PG അഡ്മിഷൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ടൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, യഥാസമയം നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അധികം വഴി തന്നെ വീഡിയോയിലേക്ക് പോവാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷന് വേണ്ടി ആദ്യം നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ഒരു ഇൻ്റർഫേസാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതിൽ അഡ്മിഷൻ 2020 എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്, അതാണ് ഓപ്പൺ ആക്കേണ്ടത്. അപ്പോൾ സൈറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് എങ്ങനെയാണ് ഉണ്ടാവുക, അതിൽ അഡ്മിഷൻ 2020 എന്ന് പറഞ്ഞ ലിങ്ക് ഓപ്പൺ ആക്കുക. അപ്പോൾ അതെടുക്കുമ്പോൾ UG അഡ്മിഷൻ, PG അഡ്മിഷൻ എന്നൊക്കെ ലിങ്ക് ഒരുപാട് കാണുന്നുണ്ട്. അതിൽ PG അഡ്മിഷനിൽ രജിസ്റ്റർ ഹിയർ എന്നൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കിട്ടുക. അതിൽ താഴെ ക്യാപ്പ് രജിസ്റ്റർ ഹിയർ എന്നൊരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക. അപ്പോൾ അതിൽ നെയിം ഓഫ് ആപ്ലിക്കൻ്റ് നിങ്ങൾ SLC ബുക്കിലുള്ള പോലെ പേര് കൊടുക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും ഫോണിൽ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID അത് എൻ്റർ ചെയ്യുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിൽ കലണ്ടർ ഉണ്ട്, കലണ്ടർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നെയിം ഓഫ് ദി യൂണിവേഴ്സിറ്റി, നിങ്ങൾ UG പഠിച്ച യൂണിവേഴ്സിറ്റി കണ്ണൂരാണ്, കണ്ണൂർ, കാലിക്കറ്റ്, MG ഏതാണ് നിങ്ങൾ പഠിച്ചത് അത് കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ നിങ്ങൾ എപ്പോഴും ആക്സസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. അതിലേക്ക് SMS ഡീറ്റെയിൽസൊക്കെ വരിക, അഡ്മിഷൻ്റെ സംബന്ധമായ എല്ലാ ഡീറ്റെയിൽസും അതിലേക്കാണ് വരിക. പിന്നെ ഇയർ ഓഫ് അഡ്മിഷൻ ഓഫ് UG പ്രോഗ്രാം 17 ആണെങ്കിൽ 17, 16 ആണെങ്കിൽ 16 ഏതാണത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യാനുണ്ട്. അതിനുശേഷം ആധാർ നമ്പർ കൊടുക്കാനുണ്ട്. പിന്നെ ഇയർ ഓഫ് പാസിംഗ് 2020 ആണെങ്കിൽ 2019 ഇതാ കൊടുക്കുക. പിന്നെ നിങ്ങൾ ഫീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ജനറൽ ആണെങ്കിൽ ജനറൽ, SC ST OBC ഏതാണെന്നുള്ള ഫീ കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രജിസ്ട്രേഷൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നൊരു ഡീറ്റെയിൽസാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പാസ്വേഡും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരും. നിങ്ങളുടെ ആപ്ലിക്കൻ്റ് നെയിമും ഒക്കെ ആ ഒരു പേജിൽ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പേജ് പ്രിൻ്റ് എടുക്കാം, അതല്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഈ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നോട്ട് ചെയ്ത് വെക്കുക, കാരണം ലോഗിൻ ചെയ്യുമ്പോൾ ഇനിയും ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആവാൻ വരുന്നത്. ചിലപ്പം എൻ്റെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇൻ്റർഫേസ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാവാം. എന്തായാലും ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ഓപ്ഷനാണ് ഉണ്ടാവുക. ജനറൽ കാറ്റഗറി 420 ഉണ്ടാവുക. ബാക്കിയുള്ളതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഒരു ഫോമിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് കിട്ടും. അതിൽ ഫീ പേയ്മെൻറ്റിൽ PG അഡ്മിഷൻ രജിസ്ട്രേഷൻ ഫീ ആണ് കൊടുക്കേണ്ടത്. അഡ്മിഷൻ ഫീയിൽ രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിൽ പിന്നെ രജിസ്ട്രേഷൻ ഫീൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ടുണ്ടാവും, അത് കൊടുക്കുക. പിന്നെ നെയിം ഓഫ് ദി ആപ്ലിക്കൻ്റ് നിങ്ങളുടെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ എമൗണ്ടും കൊടുക്കുക. റിമാർക്സ് PG അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒന്നുകൂടി കൊടുക്കാനുണ്ട്. അതിനുശേഷം സബ്മിറ്റ് കൊടുത്താൽ മതി നിങ്ങളൊരു. അപ്പോൾ ബാക്കി ഈ നേരത്തെ കണ്ട ഒരു പേജിലാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ വരുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് ബാങ്കിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ATM ഡെബിറ്റ് കാർഡൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ബാങ്ക് ചാർജസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം. അതുപോലെ UPI പേയ്മെൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് പേയ്മെൻറ്റ് ഇതിലേക്ക് പോവാം. കാർഡ് പേയ്മെൻറ്റാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരു പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും കാർഡ് ഹോൾഡർ നെയിമും CVV കാർഡിൻ്റെ ബാക്കിലുള്ള ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. അതും പിന്നെ ആ ക്യാരക്ടേഴ്സൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പിന്നെ പോകുന്നതായിരിക്കും. ഫീ പേയ്മെൻറ്റ് കഴിഞ്ഞാലൊരു സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടും, ഈ റിസീറ്റ്. അത് പ്രിൻ്റ് എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിലൊരു നമ്മളെ ഫീ റിസീറ്റിൻ്റെ ഒരു റെഫറൻസ് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ DU നമ്പർ ഉണ്ട്. SBI റെഫറൻസ് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വരുന്ന പേജാണിത്. അപ്പോൾ ഇതിലാദ്യം നിങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ നേരത്തെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അഡ്രസ്സും സ്ട്രീറ്റ് നെയിമും അതൊക്കെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യുക, പ്ലേസും പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റും പിന്നെ ഡിസ്ട്രിക്റ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ, അതായത് അഡ്രസ്സിനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ നോർമൽ എൻ്റർ ചെയ്യുന്ന പോലെ തന്നെ ഒരു 3 ലൈൻ അഡ്രസ്സാണ് നോർമൽ ഉണ്ടാവുക. അപ്പോൾ അത് ഫസ്റ്റ് നെയിമിൽ നമ്മളെ വീടിൻ്റെ പേരോ നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ സ്ട്രീറ്റിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പ്ലേസ്, നിങ്ങളിപ്പോൾ പയ്യന്നൂരാണെങ്കിൽ പയ്യന്നൂർ, അല്ലെങ്കിൽ ഏതാണുള്ള സ്ഥലം അത് കൊടുത്താൽ മതി. അതിനുശേഷം ഗാർഡിയൻ്റെ നെയിം എൻ്റർ ചെയ്യാനുണ്ട്. ഗാർഡിയൻ ഈ സ്റ്റാർ ഇട്ടതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ്. ഗാർഡിയൻ നെയിം എൻ്റർ ചെയ്യുക, ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്യുക, താലൂക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആൾട്ടർനേറ്റ് ഫോൺ നമ്പർ, അച്ഛൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിസർവേഷൻ ഡീറ്റെയിൽസാണ്. അപ്പോൾ അത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രീമി ലെയറിൽ വരും. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ജനറലാണ് കൊടുക്കാനുള്ളത്. റിലീജിയൻ ആണെങ്കിൽ അതും ജനറൽ, കാസ്റ്റ് ഡീറ്റെയിൽസും ജനറലാണ് കൊടുക്കാനുള്ളത്.
അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ PWBD അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് റിസർവേഷന് എലിജിബിൾ ആണോ, അത് നോ ആണെങ്കിൽ നോ കൊടുക്കുക, യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. പിന്നെ OEC റിസർവേഷൻ ഉണ്ട്. പിന്നെ നിങ്ങളെ കാറ്റഗറി ജനറലാണ് ഉണ്ടാവുക. ഫോർവേഡ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ അത് കൊടുക്കുക. അത് EWSൻ്റെ റിസർവേഷന് വേണ്ടി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഫോർവേഡ് കമ്മ്യൂണിറ്റി കൊടുക്കുക. EWSന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ സ്പെഷ്യൽ വെയിറ്റേജ് NCCയോ NSSO ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ റിസർവേഷൻ ഫോർ നോമിനീസ് എന്ന് വെച്ചാൽ നിങ്ങൾ ലക്ഷദ്വീപോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രത്യേക റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പം നമ്മൾ നോർമലാണെങ്കിൽ ഒന്നും വേണ്ട, നോട്ട് എലിജിബിൾ എന്ന് കൊടുത്താൽ മതി. ആധാർ നമ്പർ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹാവ് യു കംപ്ലീറ്റഡ് ഡിഗ്രി കോഴ്സ് ഇൻ നോർമൽ മോഡ്, ഇനി വേറെ ഏതെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നോ കൊടുക്കുക. പിന്നെ കാരണം ഒറ്റ ഡിഗ്രിയാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇനി ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. പിന്നെ സ്പോർട്സിൻ്റെ റിസർവേഷൻ്റെ കാര്യം കൊടുക്കുക. ഏജിൻ്റെ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ നമുക്ക് ഒരു എൻ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞാൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള വരുന്നൊരു പേജാണ് നമ്മളെ അക്കാഡമിക് ഡീറ്റെയിൽസിൽ മാർക്ക് എൻട്രിൻ്റെ അടുത്ത പേജിലാണ്. അതിനും മുന്നേ ഉള്ളത് നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ പേര് കൊടുക്കുക, മോഡ് ഓഫ് സ്റ്റഡി UGൻ്റെ റെഗുലർ കൊടുക്കുക, പിന്നെ ഡിസ്റ്റൻ്റ് ആണ് ഡിസ്റ്റൻ്റ് കൊടുക്കുക. പിന്നെ ഇയർ ഓഫ് അഡ്മിഷൻ നേരത്തെ എൻ്റർ ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്പർ ഓഫ് അപ്പിയറൻസ് എത്ര പ്രാവശ്യം നിങ്ങൾ ഇതാക്കി, നോർമലിൽ നമ്പർ ഓഫ് അപ്പിയറൻസ് 1 ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ഡബിൾ മെയിൻ ആണെങ്കിൽ ട്രിപ്പിൾ മെയിൻ ആണെങ്കിൽ അത് കൊടുക്കുക. നോർമലി നമ്മൾ സിംഗിൾ മെയിൻ ആണ് ഉണ്ടാവുക. കോർ സബ്ജക്റ്റിൻ്റെ എണ്ണം 1 ആണ്. പിന്നെ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ UGൻ്റെ ഫൈനൽ ഇയർ എക്സാമിന് രജിസ്റ്റർ നമ്പർ കൊടുക്കുക. പിന്നെ ഡിഗ്രി ടൈപ്പ് UG ആണ് നോർമലി ഉണ്ടാവുക. പിന്നെ ഇയർ ഓഫ് പാസിംഗ് നേരത്തെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ സെലക്ട് നിങ്ങൾ ഡിഗ്രി ടൈപ്പ് UG ടൈപ്പിൽ നിങ്ങൾ BSc ആണെങ്കിൽ BSc, അല്ലെങ്കിൽ BA ആണെങ്കിൽ BA കൊടുക്കുക. അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അത് എലിജിബിൾ അത് കൊടുക്കുക. പിന്നെ പ്രോഗ്രാം ഏതാണ്, BSc ബോട്ടണിയോ സുവോളജിയോ ഏതാണെന്നുള്ളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ 10+2+3 ആണ് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയത്. 10ഉം പിന്നെ 2 വർഷം +1 +2 പിന്നെ 3 വർഷം ഡിഗ്രി. അത് ഒന്നും മാറ്റാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ അക്കാഡമിക് ഡീറ്റെയിൽസിൻ്റെ എൻ്റർ ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു സ്പെസിഫൈ മാർക്സ് ഉണ്ട്. അത് നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്, ഗ്രേഡ് സിസ്റ്റമാണ്, മാർക്ക് സിസ്റ്റം അല്ല. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസാണ്, മാർക്ക് കൊടുക്കാനുള്ള ഡീറ്റെയിൽസാണ് അടുത്ത ലാസ്റ്റ് ഉള്ളത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, 4ാം സ്റ്റെപ്പിൽ നിങ്ങളെ ഫോട്ടോസും പിന്നെ അതുപോലെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് അത്ര റെലവൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് റെക്കോർഡ് ചെയ്യാറുള്ളത്. ഫോട്ടോസ് നോർമലായിട്ടുള്ള 40 KB സൈസിൻ്റെ താഴെയുള്ള ഫോട്ടോസ് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ ഒരു അക്കാഡമിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നൊരു ഡീറ്റെയിലാണ് നമ്മൾ മാർക്ക് എൻ്റർ ചെയ്യേണ്ടത്. നമ്മളെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും ഓരോ സബ്ജക്റ്റ് വൈസുള്ള ഡീറ്റെയിൽസ്, അത് എൻ്റർ ചെയ്യേണ്ടത്. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, അത് കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. നിങ്ങൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഉണ്ടാവും. അതായത് ഗ്രേഡ് പോയിൻറ്റ് 10ലുള്ള ഇത് എൻ്റർ ചെയ്യാനുള്ളത്, ക്രെഡിറ്റും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മൾ ഓപ്ഷൻ എൻ്റർ ചെയ്യാനുള്ളതാണ്. ഓപ്ഷൻ ഫസ്റ്റ് പ്രിഫറൻസ് വൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൊണ്ട് പിന്നെ പ്രിൻ്റ് എടുക്കാനുള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് നമ്മളെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യേണ്ടത്. അതായത് ഐ എഗ്രി എന്ന് പറഞ്ഞൊരു സാധനം കഴിഞ്ഞാൽ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ പ്രിൻ്റ് എടുക്കുക. പിന്നെ ഇതിന് ശേഷം നമ്മൾ മാർക്കൊക്കെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നമ്മളെ ഫോട്ടോയും സിഗ്നേച്ചറും, പിന്നെ നമ്മളെ ഓപ്ഷൻ കൊടുക്കുന്നതും, അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മളെ ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതിൽ നമ്മളെ റെഫറൻസ് നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ളതാണ് ഒരു ഓപ്ഷൻ. ഇപ്പോൾ ഈ 4 കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടുള്ള സ്റ്റെപ്പ് മാത്രം റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഉള്ള എളുപ്പമുള്ള സ്റ്റെപ്പൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം അത് നോർമൽ നമ്മൾ എപ്പോഴും എൻ്റർ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കൺഫ്യൂഷൻ വരുന്ന കുറച്ച് സ്ലൈഡുകൾ ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ biontech@gmail.com മെയിൽ അയയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയി കണ്ടുവരുന്നവരെ ബൈ.